ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഈ സെഷനിൽ സോയിൽ എഞ്ചിനീയറിംഗിലെ അടുത്ത പോർഷനിലേക്കാണ് കിടക്കുന്നത്. ആൻഡ് ഇൻ ദിസ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പെർമിയബിലിറ്റി ആണ്. എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സീപ്പേജ്, ഓർ ഈസ് ദെയർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പെർമിയബിലിറ്റിയും സീപ്പേജും. സീപ്പേജും പെർമിയബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പെർമിയബിലിറ്റിയും സീപ്പേജും തമ്മിൽ ഈസ് ദെയർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സീപ്പേജ്? ഈ രണ്ടും ഒരേ വേർഡ് ആണോ, അല്ലെങ്കിൽ ഈസ് ദർ ഈസ് എനി ഡിഫറൻസ്? എന്തെങ്കിലും വ്യത്യാസം കാണാൻ പറ്റുമോ നമുക്ക്? എന്താണ് ഡിഫറൻസ്? യെസ്, പറയൂ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ സോയിൽ ടു അലൗ ദ ഫ്ലോ ഓഫ് ദ വാട്ടർ ത്രൂ ദ സോയിൽ ആണ്. എബിലിറ്റി ഓഫ് ദ സോയിൽ ടു അലൗ ദ ഫ്ലോ ഓഫ് ദ വാട്ടർ ത്രൂ ദ സോയിൽ. ആൻഡ് സീപ്പേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ദ വാട്ടർ ത്രൂ ദ സോയിൽ ആണ്. ഒന്നെന്താണ്? കഴിവിനെയാണ്, വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ആൻഡ് ദ ഫ്ലോ ഒക്കറിങ് ത്രൂ ദ സോയിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? സീപ്പേജ് ആണ്. ഓക്കെ അല്ലേ? ആക്ച്വലി ഉണ്ടാവുന്ന ഫ്ലോനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സീപ്പേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്ലോ ചെയ്യിക്കാനുള്ള കഴിവിനെയാണ് എന്താ പറയുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എന്താ ഡിഫറൻസ്? നമുക്ക് പാട്ടും പാട്ടുകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോങ് ആൻഡ് സിംഗർ, സിംഗർ ആൻഡും സോങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പാട്ടും ഒരു പാട്ടുകാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും പോലെ തന്നെയാണ്. പാട്ട് പാടാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ എന്താ പറയുന്നത്? പാട്ടുകാരൻ എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ്. ക്ലിയർ ആണോ? സോ എന്താണോ പാട്ട് ആൻഡ് പാട്ടുകാരൻ തമ്മിലുള്ള വ്യത്യാസം, അത് തന്നെയാണ് എന്ത്? പെർമിയബിലിറ്റിയും സീപ്പേജും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ടു തിങ്സ്. സോ പെർമിയബിലിറ്റി എന്താണ്? പെർമിയബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ദ എബിലിറ്റി ഓഫ് ദ സോയിൽ ടു അലൗ ഫ്ലോ ഓഫ് ദ ലിക്വിഡ് ആണ്. എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് ദ സോയിൽ. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് ദ സോയിൽ ആണ്. പെർമിയബിലിറ്റിനെ നമ്മൾ എന്തും പറയാറുണ്ട്? ആസ് ദ ഹൈഡ്രോളിക് അല്ലെ? കണ്ടക്ടിവിറ്റി മീൻസ് ഫ്ലോ ആണ് എന്തിന്റെ? വാട്ടറിന്റെ. ക്ലിയർ അല്ലേ? ആൻഡ് പെർമിയബിലിറ്റി ഈസ് ഓൾസോ ഗവേൺഡ് ബൈ ഡാർസീസ് ലോ ആണ്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ എന്താണ്? ഡാർസീസ് ലോ. എന്താണ് ഡാർസീസ് ലോ പറയുന്നത്? ഇറ്റ് സ്റ്റേസ് ദാറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡാർസി ലോ. നമുക്ക് വളരെ എന്താണ് പ്രീവിയസ്ലി 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. എന്താ പറയുന്നത് നോക്കിയാൽ, വായിച്ചു നോക്കിയേ. യെസ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദ ഫ്ലോ ത്രൂ എ സാച്ചുറേറ്റഡ് സോയിൽ, നിർബന്ധമാണ് സോയിൽ എന്തായിരിക്കണം? സാച്ചുറേറ്റഡ് ആയിരിക്കണം. ഈസ് ലാമിനാർ. ഇഫ് ദ ഫ്ലോ ത്രൂ എ സാച്ചുറേറ്റഡ് സോയിൽ ഈസ് ലാമിനാർ ഇൻ നേച്ചർ, then the velocity of flow is proportional to the hydraulic gradient ആണ്. Then the velocity of flow is proportional to എന്താണ്? hydraulic gradient എന്നാണ്. So soil എങ്ങനെയായിരിക്കണം? Soil should be saturated soil ആയിരിക്കണം, and the flow should be laminar in nature ആയിരിക്കണം. Very important ആണ്. These are the two assumptions of Darcy's law. Which of the following are the assumptions of Darcy law എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? The flow should be laminar in nature. The soil should be saturated in nature. Clear അല്ലേ? And അങ്ങനെയാണെങ്കിൽ എന്താ ഇവർ പറയുന്നത്? എന്താ ഡാർസി പറയുന്നത്? The velocity of flow V is proportional to the hydraulic gradient. അതിന്റെ നൊട്ടേഷൻ നമ്മൾ എന്താ പറയാറുള്ളത്? I എന്നാണ്. So velocity of flow എന്താ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. What do you mean by hydraulic gradient? Hydraulic gradient എന്ന് പറഞ്ഞാൽ എന്താണ്? Okay. Yes. Tell me what is hydraulic gradient is. Hydraulic gradient എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ. The term hydraulic gradient എന്ന് പറയുന്ന ടേം എന്ന് വെച്ചാൽ എന്താണ്? I എന്നാണ് നൊട്ടേഷൻ. That is, it is nothing but the head loss വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. It is nothing but head loss expressing over the length ആണ്. Okay. So that is HL, head loss എന്ന് എഴുതാം. Expressing over a length Z ആണ്. നിങ്ങൾ നോക്കിയ വെലോസിറ്റി ഗ്രേഡിയന്റ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ടാവും? നോക്കിയാ, ഇതാണ് കോമൺ ആയിട്ടുള്ള ടെർമിനോളജി. യു വിൽ ബി ലേണിംഗ് എ ടേം കോൾഡ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. നിങ്ങൾ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്ന സംഭവം പഠിക്കും. എന്തായിരുന്നു വെലോസിറ്റി ഗ്രേഡിയന്റ്? വി ആർ എക്സ്പ്രസിംഗ് ദ വെലോസിറ്റി ഓവർ എ ലെങ്ത്. ആണ്. അതേപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ വി ആർ എക്സ്പ്രസിംഗ് ദ ഹെഡ് ലോസ് ഓവർ എ ലെങ്ത്. സോ എന്ത് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാലും, എന്ത് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടേം വന്നു കഴിഞ്ഞാലും എന്താ ഉദ്ദേശിക്കുന്നത്? വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓവർ എ ലെങ്ത് ആണ്.
ഓർ വിത്ത് റെസ്പെക്ട് ടു എ ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? അതിനാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയാം. സിമിലർലി നിങ്ങൾ നോക്കിയ മറ്റൊരു ടേം വരാറുണ്ട്. എന്താണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞതാണ്? വാട്ട് യു മീൻ ബൈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് എക്സ്പ്രസ്ഡ് ഓവർ വോളിയം ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യൂണിറ്റ് വെയിറ്റ് അല്ലെ? എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയേ, സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് ദ സർഫസ് ഏരിയ ഓവർ എ വോളിയം ആണ്. ക്ലിയർ ആണോ? ആ ടെർമിനോളജീസ് ആണോ? ഓക്കെ. സോ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആ പറയുന്ന ക്വാണ്ടിറ്റീനെ വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് ഓവർ എ ലെങ്ത് ആണ്. സ്പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്? വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓവർ എ സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയ. ക്ലിയർ അല്ലേ? ഇത് ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആണോ? സോ അതാണ് വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടേം ആണ്. ദാറ്റ് ഈസ് ഹെഡ് ലോസ് എക്സ്പ്രസ്ഡ് ഓവർ എ ലെങ്ത് ആണ്. നോക്കി, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്ക് അതിന്റെ എന്ത് ഹെഡ് ലോസ് ആണ്, എവിടെ ഉണ്ടാവുന്ന ഹെഡ് ലോസ് ആണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാണ്. സോ ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. നോക്കിയേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. യു ആർ ടേക്കിംഗ് എ സോയിലുമാണ്. നിങ്ങളൊരു സോയിൽ, ഒരു കഷ്ണം സോയിൽ എടുത്തു. നിങ്ങൾ ലെറ്റ്സ് സേ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സോയിൽ. ഓക്കെ, യെസ്. ആൻഡ് ലെറ്റ്സ് സേ ദ ലെങ്ത് ഓഫ് ദ സോയിൽ ഈസ് Z ആണ്. ഓക്കെ, ആൻഡ് ഈ സോയിലിന്റെ 3 dimensional ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ 3 dimensional ഫിഗർ, യെസ്, ഇത്തരത്തിലുള്ള ഒരു സോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ സോയിൽ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ലെങ്ത് എത്രയാണ്? ലെറ്റ്സ് സേ Z ആണ്. ആൻഡ് ലെറ്റ്സ് സേ വി ആർ ഹാവിംഗ് ഇൻ ഏരിയ, ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സോയിൽ അല്ലെ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ അല്ലേ ക്രോസ് സെക്ഷൻ ഏരിയ? ഇതാണെന്ത്? ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സോയിൽ. ലെറ്റ്സ് സേ ആ ഏരിയ എത്രയാണ്? നമുക്ക് A എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സേ ദാറ്റ് ഏരിയ ഈസ് A. അതായത് ഈ സോയിലിന്റെ വിഡ്ത്ത് എത്രയാണ്? B ആണ്. ഈ സോയിലിന്റെ ഡെപ്ത് എത്രയാണ്? നമുക്ക് D എന്ന് പറയാം. ഹെൻസ് വി ക്യാൻ സേ ദ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? B into D ആണ്. ഏരിയ ഈസ് ഈക്വൽ എന്താണ്? B into D ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ ഈ സോയിലൂടെ ഒരു വാട്ടർ പാസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഓരോ എൻഡിലും, ഇതാണ് എൻട്രി, ആ പോയിന്റ് നമ്മൾ യെസ് പീസോമീറ്റർ കണ്ട് ചെയ്തപ്പോൾ ലെറ്റ്സ് സേ ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഒബ്സർവ്ഡ് ആസ് ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു എൻഡിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ദ വാട്ടർ എത്ര കിട്ടി? H1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ വാട്ടർ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തും എന്ത് ചെയ്യണം? നമ്മൾ ഒരു പീസോമീറ്റർ കണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്ത് കാണിക്കും? വാട്ടർ കാണിക്കും അല്ലേ? യെസ്, ഒബ്വിയസ്ലി ഈ വാട്ടർ ലെവലിനേക്കാളും താഴെ ആയിരിക്കണം എന്ത്? ഈ ഇങ്ങേ സൈഡിലുള്ള വാട്ടർ, എന്നാലേ ഫ്ലോ നടക്കുള്ളൂ. ഏതെങ്കിലും ഒരു സൈഡിൽ വാട്ടർ എന്തായിരിക്കണം അല്ലെ? ഹൈറ്റ് ഓഫ് ദ വാട്ടർ കുറവായിരിക്കണം. സോ ലെറ്റ്സ് സേ ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ദ വാട്ടർ എത്രയാണ്? ലെറ്റ്സ് സേ S2 ആണ്. ക്ലിയർ അല്ലേ? ലെറ്റ്സ് സേ ദാറ്റ് ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് S2. അതായത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾ പറഞ്ഞ എത്രയാണ് ഹെഡ് ലോസ്? ഇതായിരുന്നു ഇനീഷ്യൽ ഹെഡ് ഓഫ് ദ വാട്ടർ. അത് ഇപ്പോൾ എത്രയായി കുറഞ്ഞു? യെസ്, നൗ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ആസ് HL ആണ്. ക്ലിയർ അല്ലേ? നൗ ഇറ്റ് ഈസ് ഗോട്ട് ഡിക്രീസ്ഡ് ബൈ എൻ എമൗണ്ട്. HL ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്തത്? S2 എത്തിയത്. സോ യു ക്യാൻ സേ HL ഈസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് H1 minus S2 എത്തി കൂടെ. സോ ഇതാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഇതാണ് ഹൈഡ്രോളിക് ഹെഡ് ലോസ് ഓർ ദ ഹെഡ് ലോസ് ബൈ വിച്ച് ദർ ഈസ് എ ഫ്ലോ ഈസ് ഒക്കറിങ്. നോക്കിയേ, ഈ പറയുന്ന ഹെഡ് ലോസ് ഉണ്ടാകുന്ന ലെങ്ത് എത്രയാണ്? സോയിലിന്റെ ഇവിടെയായിരുന്നു നമ്മൾ പീസോമീറ്റർ മെഷർ ചെയ്തത്, പിന്നെ അവിടെയാണ് വെച്ചത് അല്ലെ? ഇറ്റ് ഈസ് പ്ലേസ് അറ്റ് എ ലെങ്ത് ഓഫ് എത്രയാണ്? Z ആണ്. സോ നിങ്ങൾ പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയായിരിക്കും? ഈ ഒരു ഫിഗറിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹെഡ് ലോസ് HL ഡിവൈഡ് ബൈ എന്താണ്? HL ഡിവൈഡ് ബൈ എന്താണ്? Z ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് ദ ഹെഡ് ലോസ് ഓവർ എ ലെങ്ത് ഓഫ് ദ സോയിൽ ആണ്. ഓക്കെ, അതായത് ഈ സോയിലിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത്തരത്തിൽ വാട്ടർ എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ എന്തുണ്ടാവും? ഈ എൻഡിൽ നിന്ന് ആ എൻഡിലെത്തിക്കും തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഹെഡ് ലോസ് ഉണ്ടാവും. ഹെഡ് ലോസ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ആ സോയിലിന്റെ ഇടയിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും. ഫ്രിക്ഷൻ ഒക്കെ കാരണം എന്തുണ്ടാവും അല്ലെ? സോയിലിൽ ഫ്ലോ ചെയ്യുമ്പോൾ വാട്ടറിന് എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം എന്ത് ചെയ്യാണ്? ഹെഡ് ലോസ് ഉണ്ടാവുകയാണ്. ആൻഡ് ദാറ്റ് ഹെഡ് ലോസ് ഈസ് എക്സ്പ്രസ്ഡ് ഓവർ എ ലെങ്ത്. ഇറ്റ് ഈസ് ടേൺഡ് ആസ് I എന്നാണ്. നമ്മളിത് പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താണ്? ഡാർസി പറയുന്നത് എന്താണ്? ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ സോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, ഈ പറയുന്ന വെലോസിറ്റി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് പറയാം? ഒരു കോൺസ്റ്റന്റ് ഇൻടു I എന്ന് പറയാം. ഈ കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? ദിസ് കോൺസ്റ്റന്റ് ഈസ് ടേംഡ് ആസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് പറയാം. K ഈസ് ഈക്വൽ എന്ന് പറയാം V ബൈ I എന്ന് പറയാം. ഇനി ഡിഫൈൻ ചെയ്തേ പെർമിബിലിറ്റിയുടെ അടുത്ത ഡെഫിനിഷൻ പറയൂ. നിങ്ങൾ നോക്കിയേ, ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും നിങ്ങൾ ഡിഫൈൻ ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ്. ഇഫ് I ഈസ് ഈക്വൽ ടു 1, I നിങ്ങളെ 1 ആണെങ്കിൽ നിങ്ങളുടെ K എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കില്ലേ? ഈ ഒരു ഇക്വേഷനിൽ നിങ്ങളുടെ I 1 ആയി കഴിഞ്ഞാൽ K ഈക്വൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് K എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ആണ്. സോ നിങ്ങൾക്ക് എങ്ങനെ പറയാം? കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി K ഈസ് നത്തിങ് ബട്ട് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അണ്ടർ എന്താണ്?
under എന്താണ് unit hydraulic gradient. Unit hydraulic gradient. So you can define permeability as yes K. K is nothing but the coefficient of permeability അല്ലേ coefficient of permeability is the velocity of flow. It is nothing but the velocity of flow under എന്താണ് under unit hydraulic gradient. Unit hydraulic gradient. Clear അല്ലേ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഉണ്ടാകുന്ന that is I is equal to 1 ഉണ്ടാകുമ്പോൾ K is equal to V ആവുന്നു. So permeability coefficient of permeability is equal to velocity of the flow. Clear ആണോ? നോക്കിയേ ഇതാണ് മൂന്നാമത്തെ ഡെഫിനിഷൻ. ഓക്കെ സോ ദിസ് ഇസ് ദ തേർഡ് ഡെഫിനിഷൻ. രണ്ട് ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഡെഫിനിഷൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ പറയാം. എന്താണ് Q is equal to നിങ്ങൾക്ക് എന്തറിയാം ഏരിയ ഇൻറ്റു വോളിയം വെലോസിറ്റി എന്ന് അറിയാം അല്ലെ A ഇൻറ്റു V എന്ന് അറിയാം. സോ ഇവിടുന്ന് വെലോസിറ്റി ഈസ് ഈക്വൽ എന്തായിരിക്കും Q ഡിവൈഡ് ബൈ എന്തായിരിക്കും A ആയിരിക്കും. ഓക്കെ ഓൾറെഡി നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു K is equal to നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു V by I എന്ന് എഴുതി കഴിഞ്ഞു. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം വിക്ക് വരെ എന്ത് കൊടുക്കാം Q by A എന്ന് കൊടുത്തൂടെ Q by A ഇൻറ്റു I എന്ന് വരും അല്ലെ വിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു Q by A എന്ന് കൊടുത്തു. ഇനി ഇത് ഡിഫൈൻ ചെയ്തേ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യൂ. ഫർദർ ഡെഫിനിഷൻ പറയൂ യെസ് പറയൂ ഓക്കെ ഈ ഒരു ഇക്വേഷനിൽ എന്താണെങ്കിൽ ഇഫ് I is equal to 1 and also A is equal to 1 ഈ പറയുന്ന ഡിനോമിനേറ്റർ എയും 1 ആക്കി ഐയും 1 ആക്കി അങ്ങനെയാണെങ്കിൽ K is equal എന്തായിരിക്കും Q ആയിരിക്കും സോ coefficient of permeability is nothing but the discharge of the flow occurring in a unit area of soil under unit hydraulic gradient. In a unit area of soil, okay, so coefficient of permeability K is nothing but the discharge occurring in a unit area of the soil under എന്താണ് under unit hydraulic gradient. ക്ലിയർ അങ്ങനെയും ഡിഫൈൻ ചെയ്യാം ക്ലിയർ അല്ലേ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4-5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് permeability is the ability of the soil to allow the flow of the liquid. Permeability is the hydraulic conductivity of the soil. Permeability is the velocity of flow under unit hydraulic gradient. Permeability is the discharge occurring in a unit area of the soil under unit hydraulic gradient. 4 സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ്. പെർമേബിലിറ്റി 4 ഡെഫിനിഷൻ നമ്മൾ പറയാൻ കാരണം എന്താണ് ഇത്തരത്തിൽ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോയിന്റ് ഓക്കെ ആണോ സോ ബേസിക്കലി തുടക്കം തന്നെ ചോദ്യമാണ് പെർമേബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ചോദിക്കുന്നത് എന്താണ് യെസ് പറയൂ എന്താ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പെർമേബിലിറ്റി എന്നാണ്. യൂണിറ്റ് ഒബ്വിയസ് ആണ്. ഐ ഹോപ്പ് യു നോ ദ യൂണിറ്റ് എത്ര ഉണ്ടാവുക അല്ലെ നോക്കിയേ യൂണിറ്റ് K is nothing but the വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് യെസ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ യൂണിറ്റ് ഓഫ് K will be equal എന്ന് തന്നെയായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് ഓർ എന്തായിരിക്കും സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡ് ഓർ എന്തായിരിക്കും സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലെ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന് യൂണിറ്റ് ഇല്ലല്ലോ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന് യൂണിറ്റ് ഉണ്ടോ യെസ് ഇറ്റ് ഈസ് ദ ഡെപ്ത് തന്നെയാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് ലെങ്ത് ആണ്. രണ്ടും എന്താണ് ഒരേ യൂണിറ്റ് ആണ്. സോ ദർ ഈസ് നോ യൂണിറ്റ് ആണ്. ക്ലിയർ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് K is equal to Q by A ആണ്. Q by A is nothing but velocity. ക്ലിയർ അല്ലേ യെസ് സോ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എന്താണ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് യൂണിറ്റ് വരിക. ക്ലിയർ ആണോ നിങ്ങൾ നോക്കിയേ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് ആക്ച്വൽ ആൻഡ് ആവറേജ് വെലോസിറ്റി ആണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്ച്വൽ ആൻഡ് ആവറേജ് വെലോസിറ്റി ആണ്. നിങ്ങൾ നോക്കൂ നമ്മളിപ്പോൾ എന്താ കൺസിഡർ ചെയ്തത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സോയിലാണ് അല്ല ഇത്തരത്തിലുള്ള ഒരു സോയിൽ സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത്തരത്തിലുള്ള സോയിൽ സാമ്പിൾ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വിത്ത് എ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയായിരുന്നു അതിന്റെ അല്ലെ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ് A എന്നാണ് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നത് അല്ലെ. ആൻഡ് ഇതിലൂടെ ആയിരുന്നു എന്ത് നടക്കുന്നത് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിലൂടെ ആയിരുന്നു എന്ത് നടക്കുന്നത് നമ്മുടെ സോയിലൂടെ ഫ്ലോ നടക്കുന്നത്. ബട്ട് ആക്ച്വലി അങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ല. നിങ്ങൾ നോക്കിയേ ഇഫ് യു സൂം ദിസ് സോയിൽ നിങ്ങൾ ഈ സോയിലിനെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം കുറെ സോയിൽ പാർട്ടിക്കിൾസ് അല്ലേ കാണാൻ പറ്റുന്നത്. നോക്കിയേ ഞാൻ ഒരു 3-4 സോയിൽ പാർട്ടിക്കിൾസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ മനസ്സിലാൻ വേണ്ടി വരയ്ക്കുകയാണ്. സോ ഇതിലെ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ആക്ച്വലി ഫ്ലോ നടക്കുന്നത് ഇതിലൂടെയാണ്. ആക്ച്വലി നമ്മുടെ
പറയുന്ന സോയിലിന്റെ ഫ്ലോ ലിക്വിഡിന്റെ ഫ്ലോ നടക്കുന്നത് ഈ പറയുന്ന സോയിൽ സോളിഡ്സിന്റെ വോയിഡുകളിലൂടെയാണ് അല്ലെ. ഫ്ലോ ഈസ് ഒക്കറിങ് ത്രൂ എന്താണ് വോയിഡ്സ് ഓഫ് സോയിൽ ആണ് അല്ലെ. വോയിഡ്സ് ഓഫ് സോയിലിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും സോയിലിന്റെ വോയിഡിലൂടെയാണ് എന്ത് നടക്കുന്നത് നിങ്ങളെ ഫ്ലോ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ട ഏരിയ ഏതായിരിക്കണം, ഏരിയ ഓഫ് വോയിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് അതിനെ എന്ത് പറയാം, AV എന്ന് പറയാം. ക്ലിയർ ആണോ? ആക്ച്വലി ഫ്ലോ നടക്കുന്നത് സോളിഡ്സിന്റെ അല്ലെങ്കിൽ സോയിലിലെ വോയിഡുകളിലൂടെയാണ്. സോ നമ്മൾ പെർമിയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ശരിക്കും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഏരിയ ഓഫ് ദ വോയിഡ്സ് ഇൻ എ സോയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ബട്ട് അത് മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സോയിലിലെ വോയിഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, മൊത്തത്തിൽ സോയിലിന്റെ ഏരിയ കൺസിഡർ ചെയ്തു. അതായത് മൊത്തത്തിൽ സോയിലിന്റെ ആവറേജ് ഏരിയ, ദിസ് ഏരിയ ഇസ് ടേംഡ് ആസ് ആവറേജ് ഏരിയ ഓഫ് ദ സോയിൽ ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആവറേജ് ഏരിയ ഓഫ് ദ സോയിൽ. സോ രണ്ട് ടെർമിനോളജി നമുക്ക് വന്നു, ഏരിയ ഓഫ് ദ വോയിഡ്സ് ഇൻ എ സോയിൽ, ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ഏരിയ ഓഫ് ദ ആവറേജ് ഏരിയ ഓഫ് ദ സോയിൽ ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇത്രയും നേരം ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു, ഓക്കെ, നമ്മൾ ആവറേജ് ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി പറഞ്ഞത്. ആൻഡ് ദാറ്റ് കറസ്പോണ്ടിങ് വെലോസിറ്റി അല്ലെ, വി എന്നല്ലേ പറഞ്ഞത്, ഇതിനെ നമ്മൾ ആവറേജ് വെലോസിറ്റി ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ്, അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതായിരുന്നു നമുക്ക് എളുപ്പം അല്ലെ. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇത്തരത്തിലായിരുന്നു. ദാറ്റ് ഈസ് ബൈ കൺസിഡറിങ് ആൻ ആവറേജ് ഏരിയ. ആവറേജ് ഏരിയ എടുത്തുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്തത്. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു, വി, ആവറേജ് ഏരിയ എന്ന് പറയുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് നാളെ ഏരിയ ഓഫ് ദ വോയിഡ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, VA എന്ന് പറയാൻ പോകുന്നത്. വി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടേംഡ് ആസ് ആക്ച്വൽ വെലോസിറ്റി ഓർ ഇതിനെ നമുക്ക് എന്ത് പറയാം, ട്രൂ, ഓർ ഇതിനെ നമ്മൾ സീപ്പേജ് വെലോസിറ്റി എന്നും പറയും. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് അനദർ ടേം, ആക്ച്വൽ ആൻഡ് ആവറേജ് വെലോസിറ്റി. മനസ്സിലായോ? രണ്ട് വെലോസിറ്റീസ് ആണ്, വൺ ഈസ് ആക്ച്വൽ വെലോസിറ്റി, സെക്കൻഡ് വൺ ഈസ് ആവറേജ് വെലോസിറ്റി. ഓക്കെ അല്ലേ? സംഭവം മനസ്സിലായില്ലേ? അതായത് ഏരിയ കൺസിഡർ ചെയ്യുന്ന ഡിഫറൻസ് ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. Q ഈക്വൽ നമുക്ക് എന്തറിയാം അല്ലെ, A1 V1 ഈക്വൽ എന്താണ്, A2 V2 എന്നാണ്. ക്ലിയർ അല്ലേ? നമുക്ക് ഈ A1 V1 പകരം നമ്മുടെ ഈ ഫോർമുലാസ് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ ഏരിയ ഉള്ളത്, നമുക്ക് A എന്ന് പറയുന്ന ആവറേജ് ഏരിയ ഉണ്ട്, ഇൻഡു കറസ്പോണ്ടിങ് വെലോസിറ്റി V ആണ് അല്ലെ. പിന്നെ നമുക്ക് ഏതാ ഏരിയ ഉള്ളത്, ഏരിയ ഓഫ് ദ വോയിഡ്സ് ഇൻഡു അടുത്ത വെലോസിറ്റി VA ആണ് അല്ലെ. സോ നമുക്ക് ഇവിടുന്ന് VA ബൈ V കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് VA ബൈ V ഈക്വൽ എന്തായിരിക്കും, A ഡിവൈഡ് ബൈ എന്തായിരിക്കും, യെസ്, A ഡിവൈഡ് ബൈ എന്തായിരിക്കും, AV ആയിരിക്കും അല്ലെ. A ഡിവൈഡ് ബൈ എന്തായിരിക്കും, AV ആയിരിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ ലെങ്ത്തും കൂടി ഒന്ന് മെഷർ ചെയ്യാണ്. ലെറ്റ്സ് സേ ഇൻഡു എന്ത് ചെയ്തു, നമ്മൾ ലെങ്ത് മെഷർ ചെയ്തു, ഡിവൈഡ് ബൈ നമ്മൾ ലെങ്ത് മെഷർ ചെയ്തു. സോ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്, വോളിയം അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ വോയിഡ്സ് ആണ്. ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. നമുക്കറിയാം പോറോസിറ്റി N ഈക്വൽ എന്താണ്, വോളിയം ഓഫ് ദ വോയിഡ് ഡിവൈഡ് ബൈ എന്താണ്, V ആണ് അല്ലെ. സോ V ബൈ VV എന്തായിരിക്കും, യെസ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു പോറോസിറ്റി 1 ബൈ N ആയിരിക്കും. സോ VA ബൈ V വിൽ ബി ഈക്വൽ ടു 1 ബൈ N എന്ന് കിട്ടും. ഓർ യു ക്യാൻ ഗെറ്റ് VA ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ N എന്ന് പറയുന്ന ഈ റിലേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് എക്സാമിന്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ പോറോസിറ്റി ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ഏറ്റവും സിമ്പിൾ സാധനമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണിത്. ആക്ച്വൽ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ആവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ പോറോസിറ്റി ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഈ പോർഷനിൽ നമുക്ക് പെർമിബിലിറ്റിനെ കുറിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് പെർമിബിലിറ്റി ഈസ് നത്തിങ് ബട്ട് എന്താണ്, എബിലിറ്റി ഓഫ് ദ ഫ്ലോ ആണ്. ആൻഡ് ദർ ഈസ് ടു ടൈപ്സ് ഓഫ് വെലോസിറ്റി. ഏതൊക്കെയാണ്, ആവറേജ് വെലോസിറ്റി ആൻഡ് ആക്ച്വൽ വെലോസിറ്റി. ഓക്കെ അല്ലേ? ആൻഡ് ആക്ച്വൽ വെലോസിറ്റി VA ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ എന്താണ്, പോറോസിറ്റി ആണ്. ക്ലിയർ അല്ലേ? ഫർദർ റിമൈനിങ് ടോപ്പിക് നമ്മൾ അടുത്ത സെഷനിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അതുവരെ താങ്ക് യു.